ഹലോ. മഴയത്ത് വെറുതെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ ആളാ ക്യാമറയായിട്ട്. ഇപ്പൊ ട്രിപ്പ് പോയിട്ട് വരാം, നമുക്ക് ടൂർ പോയിട്ട് വരാം. ചൂടാ. ആ, പോയിട്ട് വരാം. ഒരു വാക്കിന്റെ അടുത്ത് പറയരുത്, കുറച്ച് മേക്കത്തെങ്കിലും ഇട്ടൂടെ. കുടകരയിൽ നിന്നും വടകരയിലേക്ക്. മേക്കപ്പെട്ട സുന്ദരിയായ കഴിഞ്ഞു പോരെ. ഈ മഴയത്ത് നമ്മൾ ഒലിച്ചു പോകുമെന്ന എന്റെ പേടി. ഈ ആണുങ്ങളെല്ലാരും ഇങ്ങനെയാണ്. എന്റെ ഉണക്കാനിട്ട ഡ്രസ്സ് ഉണങ്ങണേ ഭഗവാനെ. നമ്മളൊരു ഒരു പരിധിക്കപ്പുറം അന്യന്റെ മൂക്കിന്റെ തുമ്പത്ത് നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കും. അവിടെ വരെ നമുക്ക് പോകാം. ആ, മൂക്കിന്റെ തുമ്പത്തോ? പുലി പേടിപ്പിച്ചേ. ഇത്രയുള്ള അക്ക് മേടിച്ചു പോയിട്ടാ. ഞാനൊരു സംഭവം തന്നെ. ഒരു കൂടുതലൊന്നും പറയണ്ട. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പ്രോബ്ലംസ് വന്നെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാര് നമ്മളെ കൂടെ ഉണ്ടാവില്ല. അത് ഈ ഭൂലോകത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാൾക്കത് മനസ്സിലാവും. അപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിലൂടെ കടന്നു പോയത് ആരാ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാനൊരു സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല എന്നുള്ളൊരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആരാ തോറ്റു പോവാ? അവിടെ ഞാനേ തോറ്റു പോവുള്ളൂ. പല ആൾക്കാരും ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് എതിരായിട്ടല്ല, ഇഷ്ടം മാറ്റി വെച്ച് വേറെന്തിനൊക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിന്റെ ഒരു മുക്കാഭാഗം എത്ര 28 വയസ്സ് തരം എത്രയാ കാഭാഗം ആ സമയം എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്നുള്ള അറിയാണ്ടാ ഞാൻ ജീവിച്ചത്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടും അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ കുറച്ചൊരു സ്റ്റെപ്പ് എടുക്കുക സ്വന്തം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഹാപ്പിനെസ് വിട്ടിട്ട് എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാണ്ട് എന്റെ ഹാപ്പിനെസ് മാത്രം നോക്കാൻ സെൽഫിഷ് അല്ല. അതെ, ഒരാളെ ഉപദ്രവിക്കരുത്, നമ്മൾ ആരും ഉപദ്രവിക്കരുത്, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടും ഉപദ്രവമില്ല, അങ്ങോട്ടും ഉപദ്രവമില്ല. കാടും മേടും ചാടി ഒടുവിൽ ഇങ്ങനെ നല്ലൊരു സ്ഥലത്തെത്തി. ആദ്യം പോയത് അത്ര പോരായിരുന്നു. ഇത് നല്ല എന്ത് തോന്നുന്നു? അത് ഞാൻ ഇപ്പൊ കാണുന്ന കൈതച്ചക്ക. ഞാൻ അഭിനയിക്കുന്നയാടാ, ഞാൻ അഭിനയിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. ഈ പുഴ എന്ന് പറയുമ്പോൾ പുഴയും ഞാനുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെ വീട് കൊമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വളയം, നമ്മൾ കോഴിക്കോട്. അപ്പോൾ അച്ഛൻ്റെ വീട് ഇവിടെ 3 പറമ്പ് മുന്നേ കഴിഞ്ഞാൽ ഇവിടെ പുഴ. ആ പുഴ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോയി കുറ്റ്യാടി വാണിമേൽ പുഴ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യോജിച്ചിട്ട് പോകും. അപ്പോൾ പുഴ മധ്യത്തിലാണ് വീട്. അതെ, ഒറ്റൊരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ വഴി പോവാൻ, ബാക്കി 3 സൈഡും പുഴയാണ്. അത് എൻ്റെ അച്ഛനറിയാം, പക്ഷെ അച്ഛന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ആരും പഠിപ്പിച്ചില്ല. അച്ഛൻ ആരെയും നീന്തം പഠിപ്പിച്ചില്ല. അപ്പോൾ നമ്മളെ അച്ഛൻ്റെ വീട്ടിൽ മാർച്ചിൽ തിറ ഉണ്ടാവുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ കഴുകാൻ. പിന്നെ അച്ഛൻ, അതൊക്കെ പറയണോ, ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരാണ്. അപ്പോൾ അച്ഛനും വലിയച്ഛനൊക്കെ കുറേ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിനും വലിയ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ പുഴേനെ ആശ്രയിക്കുക. അപ്പോൾ അലക്കുന്നത് ഇതൊക്കെ പുഴയിൽ പോവായിരുന്നു. പക്ഷെ ഇതൊക്കെ സ്വർണ്ണപ്പണിക്കാരാ, അച്ഛന് കുറെ പണിക്കാരൊക്കെ ഉണ്ടാവും. വലിയ മറ്റേ സ്വർണ്ണം ഒളിപ്പിക്കാൻ വേണ്ടിട്ട്, കടത്താൻ വേണ്ടിട്ട് പറയുന്ന മാതിരി
അത്ര വലിയ ഹൈ റേഞ്ച് അല്ലടാ, ഹൈ റേഞ്ച് അല്ല. അപ്പോൾ അങ്ങനെ പുഴയായിട്ട് തോന്നും. പിന്നെ മഴ സമയത്ത് ഇങ്ങോട്ടേക്ക് വെള്ളം കയറുമ്പോൾ വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട് പുഴാന്ന് കണ്ടപ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. സരിഗമപ്പ ലൈഫിൽ തന്നത് എന്താണ്? ഈ ഒരു ലൈഫ് ഇതാണ്. യെസ്, ഇതുവരെ സൗഹൃദങ്ങൾ, ഹാപ്പിനെസ്, മ്യൂസിക് എന്ന് വേണ്ട എല്ലാ എൻ്റെ ലൈഫിനെ ബ്രൈറ്റ് ആക്കിയ എല്ലാ കാര്യങ്ങളും സരിഗമപ്പയിൽ വന്നതിന് ശേഷം. യെസ്, ഒരു ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈഫ് എന്നൊക്കെ പറയാം. ആഫ്റ്റർ ലൈഫ് വേണ്ടല്ലേ, സെക്കൻഡ് ലൈഫ് മതി. സരിഗമപ്പ തന്ന സെക്കൻഡ് ഒരു 2.0 ആണെന്ന് പറയുന്നു. ശ്വേത 2.0 എന്ന് പറയുന്നത് ലൈഫ് അപ്ഗ്രേഡിങ്. അപ്പം മഞ്ച് സ്റ്റാർ സിംഗറിന്റെ വിന്നർ ആയിരുന്നു ശ്വേത അല്ലേ? സരിഗമപ്പയ്ക്ക് തരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് മഞ്ച് സ്റ്റാർ സിംഗറിന് തരാൻ കഴിയാതിരുന്നത്? ആ സമയത്ത് ഞാൻ കുട്ടിയായിരുന്നു, 16 വയസ്സ്. 16 വയസ്സിൽ മഞ്ച് സ്റ്റാർ സിംഗർ വിൻ ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ പാട്ടുകാരിയാണ് എന്നുള്ളത്, പാട്ട് മാത്രം പോരാ, അല്ലെങ്കിൽ പാട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. കുറേ ചോദ്യങ്ങൾ അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ആ സമയത്ത് എനിക്കൊരു പൊട്ട ബുദ്ധി തോന്നി. കാരണം മ്യൂസിക്കിൽ ഞാനൊരു കോഴ്സും ചെയ്യൂല. മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഡീപ്പായിട്ടൊന്നും പഠിക്കില്ല. ഞാൻ എൻ്റെ പ്രൈവറ്റായിട്ട് ഞാൻ എൻ്റെ മാഷിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. 10th 11th ആ ടൈമിലായിരുന്നു. അപ്പോൾ പഠിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചതാ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കും. മ്യൂസിക്കിൽ ഞാനൊരു കോഴ്സ് ചെയ്യില്ല, മ്യൂസിക്കിലൊരു ജോലി അങ്ങനെയൊന്നും വേണ്ട എന്നൊരു തോട്ട് തോന്നിയതിൻ്റെ പിന്നാലെയാണ് +2 കഴിഞ്ഞ് ഞാൻ നേരെ BSc ഇലക്ട്രോണിക്സ് പഠിച്ചു, MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്ത സാധനം. പിന്നെ അത്രയും വർഷം വെറുതെ പോയി, പിന്നെ മ്യൂസിക് തന്നെ മതി എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായി. ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട്. മഞ്ച് സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ടാണ് US പോകുന്നത്. അതെ, ഓക്കെ. ഇതിന്റെ ഇടയിൽ മ്യൂസിക്കിന് വേണ്ടിയിട്ട് കുറെ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുന്നു. അതെ, അതിന്റെ ഇടയിൽ മ്യൂസിക്കിനോട് ഒരു വിരക്തി വരുന്നു. അതെ, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിൽ നടന്നു. ഇതൊക്കെ എത്ര വർഷത്തിലെ 10 വർഷത്തിലാ ഇതൊക്കെ ഉണ്ടായത്. എന്നിട്ട് എപ്പോഴാണ് ഒരു റീകോൾ വരുന്നത്? റീകോള് സരിഗമപ്പൻ്റെ തൊട്ട് മുന്നേ 25ാമത്തെ വയസ്സിൽ, കൃത്യം പറഞ്ഞാൽ 25ാമത്തെ വയസ്സിൽ. അതെ. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് മ്യൂസിക് മാത്രം മതി, അത് അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ, അതുവഴി എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു തോട്ടൊക്കെ വന്നത് അങ്ങനെയാണ്. തിരിച്ചു വരുന്നു, സരിഗമപ്പ ചെയ്യുന്നു. സരിഗമപ്പയ്ക്ക് ശേഷം നമ്മൾ സംസാരിച്ച കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡന്റ് ആവുന്നു, സെറ്റിൽ ആവുന്നു. ഇപ്പോ ശ്വേതയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഞാന് സ്റ്റാർ സിംഗറിൽ ടീച്ചറാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെർഫോമൻസസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് പെർഫോമൻസ്. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് PhD ആണ്. PhDക്ക് നെറ്റ് പ്രിപ്പറേഷൻ, അതെ, നെറ്റ് പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ, അത് നടക്കുന്നില്ല. എക്സാമിൽ പാസ്സായിട്ട് കിട്ടുക എന്നുള്ളത് മാത്രം നടക്കുന്നില്ല. 2 പ്രാവശ്യം നെറ്റ് എഴുതി പൊട്ടി. ഇനി 3ാമത്തെ പ്രാവശ്യം പിന്നെയും പൈസ വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഈ അടുത്ത് തീർത്ഥ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി, സ്റ്റാർ സിംഗറിലെ ആ കുട്ടിയുടെ ഒരു ക്ലിപ്പില് ശ്വേത ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം കണ്ട്. അതെന്താ ഇൻസിഡന്റ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല പാട്ടാണ്, ഭയങ്കര പാട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ റൗണ്ടിലും സ്റ്റാർ സിംഗറിൻ്റെ ഞങ്ങൾക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിനെ എങ്ങനെ കുറച്ചും കൂടെ അഡിഷൻസ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെ ചലഞ്ചിങ് ആക്കുക എന്നുള്ളത് സ്റ്റാർ സിംഗറിൽ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന് അവർ ചെയ്ത പാട്ടിനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ചെയ്ത് അതിനെ കുറച്ചും കൂടെ ചലഞ്ച് ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളൊരു ടാസ്ക്. അപ്പോൾ ആ ഒരു ഭരത്നേന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് തീർത്ഥ പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് അവള് ഞാൻ എന്താ പറയുക, നമ്മൾ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പാടുന്ന സമയത്തൊരു ടെൻഷൻ എന്നില്ലേ, ആക്ച്വലി ഒരു പാരൻ്റ് എന്നുള്ളൊരു ടെൻഷനല്ല, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ആ പാട്ട് അവർ പാടി തുടങ്ങി കഴിയുന്നത് വരെയുള്ള ആ ഒരു മൊമെൻറ്റില്ലേ, അതെനിക്ക്
ഞങ്ങൾ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അയ്യോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഫസ്റ്റ് ടു എൻഡ് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആണത്. ടീച്ചറുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ना बोले मुझसे मोहन क्यों है रूठे रूठे मोहन यूं कैसे मनाओ हाय कैसे मनाओ क्यों ना बोले मुझसे मोहन क्यों है रूठे रूठे मोहन क्यों कैसे मनाओ. ബാക്കി അറിയില്ല. ഇത് വേറൊരു ഇൻസിഡന്റ്, വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം ഇത് ഭയങ്കര ഇങ്ങനത്തെ എന്താ പറയുക സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണെന്ന് പറഞ്ഞു. ശ്വേത ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള കുറെ കണ്ടന്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിരിക്കുന്ന മെജോറിറ്റി കണ്ടന്റുകൾ ഇങ്ങനത്തെ ചലഞ്ചിങ് വീഡിയോസ് ആണ്. അതെ അതെ. ഹൗ യു ലാൻഡഡ് ഇൻ ടു ദാറ്റ്? എനിക്ക് ഏത് പോയിന്റിലാണ് ഈ ഒരു ക്രിയേഷൻ പരിപാടികളിലേക്ക് കടക്കുന്നത്? ക്രിയേഷൻ ആ ഒരു സമയത്ത് കാർത്തിക് സിംഗർ ഉണ്ടല്ലോ, അവർ ഹേരത്തെ ആഷിക്കി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഒരു ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ആ ഒരു സോങ്ങൊക്കെ പാടിയിട്ടപ്പോൾ അതിനൊക്കെ കുറേ വ്യൂസ് ഉണ്ടായി. പിന്നെ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നതിന് കുറേ കൂടെ വ്യൂസ് കണ്ടതുപോലെ തോന്നി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്ത് അപ്പം തന്നെ അത് പാടുക. അല്ലാണ്ട് ആ പാട്ട് പ്ലേ ചെയ്ത് അത് കട്ട് ചെയ്ത് പിന്നെ നല്ലൊരു വേർഷൻ കുറേ നേരം പാടി തെറ്റി അങ്ങനെ പാടാണ്ട് പ്ലേ ചെയ്യുന്നു അപ്പം തന്നെ ലൈവായിട്ട് പാടുന്നു എന്നുള്ളതിന് അത് ചലഞ്ചിങ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ. അപ്പോൾ തെറ്റിപ്പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇതിങ്ങനെ പ്ലേ ചെയ്യും, പിന്നെയും ലൈവായിട്ട് തന്നെ പാടും. അങ്ങനെ ചില പാട്ടൊക്കെ പെട്ടെന്ന് പാടാൻ പറ്റും. ഈ സൂന സൂന എന്നൊക്കെയുള്ള പാട്ടുണ്ട്, എനിക്ക് സോനു നിഗം സർ കമൻറ്റ് ചെയ്ത പാട്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. തൊണ്ടയ്ക്ക് നല്ല ചലഞ്ചുള്ള പാട്ടുകളാണ്. അപ്പോൾ എനിക്ക് ചലഞ്ചിങ് സോങ്സ് പാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്. എനിക്കത് കിട്ടുന്നത് വരെ പാടണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അമ്മേ പറഞ്ഞോ. ചിങ്ങമാസം അതിൻ്റെ വരികൾ എനിക്ക് അക്ഷരങ്ങൾ വായിൽ വരാത്തൊരു പ്രശ്നമുണ്ട്. ായി പോകേണ്ട അടുത്ത് ഇന്ന് പിച്ച വെച്ച് മെല്ലെ ഒച്ച വെച്ചു മച്ചിൽ കൊച്ചു പച്ചക്കിളിയായി നമ്മൾ ഒന്നിച്ചൊരു മര കുഞ്ഞി കൊമ്പിലിരുന്ന് ഒന്നിച്ചൊന്ന് പറക്കാം. അത് കുറേ ഇരുന്ന് പഠിച്ച് അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇത് വരും. പിന്നെ പിന്നെ വേറൊരു പടകാളി ചണ്ടിച്ചങ്ങരി, അതെനിക്ക് ഞാനൊരു സ്റ്റേജിൽ പാടണം എന്ന് വിചാരിച്ച് ഞാൻ ഉപേക്ഷിച്ചൊരു ശ്രമമാണ്. അതെന്നെ കൊണ്ട് പറ്റില്ല ആ പാട്ട്. പടകാളി ചണ്ടിച്ചങ്കരി പോർക്കലി മാർഗിനി ഭഗവതി അടിയനിൽ അലിവോടി നീ പാട് വരിയെടുക്ക്, നിനക്ക് ഞാനൊരു ടാസ്ക് തരാം. പടകാളി ചണ്ടിച്ചങ്കരി പോർക്കലി മാർഗിനി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കനിയണമേ. അശ്വിൻ ഇത് പാടണം. അശ്വിൻ എല്ലാ സ്റ്റേജിൽ അവൻ സരിഗമ കോമ്പറ്റീഷന്റെ ടൈമിൽ പാടി, സ്റ്റേജിൽ എല്ലാ സമയത്തും പാടി. ചലഞ്ചിങ് സോങ്സിന്റെ വേറൊരു ഇതിലേക്ക് വരുമ്പോൾ കണ്ണൂർ ഷെരീഫിക്കയുടെ മിസ്സിരിയിലെ എന്താ മിസൈലോ ഒരു തവണ ഒരു തവണ അത് കിട്ടുമോ, പാടാൻ പറ്റുമോ? അതിന്റെ ചലഞ്ചിങ് എന്താണെന്നറിയാം. അതിൽ കുറേ മിസറിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി, അത് എത്ര പെട്ടെന്ന് നമുക്ക് വിചാരിച്ച രീതിയിൽ കിട്ടൂല. വെള്ളത്തിൽ ആൾക്കാർ മുങ്ങി കുളിക്കുകയാണ്, ചാടിയാലോ? അപ്പോൾ അങ്ങനത്തെ അതാണ് ഒരു ചലഞ്ചിങ്. അപ്പോൾ ഓരോ പാട്ടുകൾക്ക് ഓരോ രീതിയിലാണ് ചലഞ്ച് വരുന്നത്. ഇപ്പോൾ ഇപ്പം എനിക്കത് പാടാൻ പറ്റില്ല, ത്രോട്ട് ഇതായതുകൊണ്ട്.
കോരിനാലിൻ്റെ അടുത്ത് ആക്ച്വലി ഒരു ബ്രെത്ത് വിടാണ്ട് ഒറ്റ ശ്വാസത്തിലാണ് പാടേണ്ടത്. അതാണ് ആ പാട്ടിൻ്റെ ഒരു ചലഞ്ച്. പിന്നെ സൂന സൂന അതിന് അത്രയും ഗമകങ്ങൾ ഒറ്റ സ്പീഡിൽ പാടുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ചലഞ്ച്. അങ്ങനെ ഓരോ പാട്ടിനും ഓരോ ചലഞ്ച്. അപ്പം അങ്ങനെ ഏത് പാട്ടിൽ എന്താ വ്യത്യസ്തമായ ചലഞ്ച് നോക്കിയിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ട് ഇനി ഇടണം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ പാട്ടുകൾ മാത്രമല്ല ശ്വേതയുടെ കണ്ടന്റ്. അൺഫിൽറ്റേർഡ് ശ്വേ എന്നൊരു ചാനൽ അൺഫിൽറ്റേർഡ് അത് വേറൊരു ചാനലുണ്ട്. ആൻഡ് ശ്വേത അശോക് ഒഫീഷ്യലിന്റെ അകത്ത് വരുന്ന വേറെ കുറെ കണ്ടന്റുകളുണ്ട്. പാർട്ട് ഓഫ് മ്യൂസിക്, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എനിക്ക് മ്യൂസിക് അല്ലാണ്ട് വേറെ ഒരു പ്രൊഫഷൻ നേരത്തെ ചോദിച്ചില്ലേ നീ, കമ്പ്യൂട്ടർ സയൻസ് അല്ലാണ്ട് വേറെ എന്ത് ചെയ്യും? എനിക്ക് വ്ളോഗിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൻഡ് യു ലവ് ആക്ടിങ്, ഐ നോ ദാറ്റ്. ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സീരിയസ് ആക്ടിങ് ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഏടുകൾ ഞാൻ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കും, അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോസ്, ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ അമ്മമാരും ചേച്ചിമാരും എൻ്റെ പ്രായത്തിലുള്ളതും എന്നെക്കാളും ചെറുതും മൂത്തതും എല്ലാവരും പിന്നെ കുക്കിങ്ങും അങ്ങനത്തെ ഒക്കെ ജോലിയായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ എല്ലാ ദിവസവും സെയിം സാധനമല്ല, കുക്കിംഗ് എന്ന് പറഞ്ഞുള്ള പ്രോസസ്സ് ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പാട്ട് പാടുക എന്നുള്ളത് ആ ഒരു പണീനെ എളുപ്പമാക്കി തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനത് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻ്റ് ഇട്ടു, ഓ ഇങ്ങനെ നമുക്ക് പിന്നെ ചെയ്യാലോ, മ്യൂസിക് ഇപ്പോൾ പാട്ട് പാടാൻ അറിയാമെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ട് പാടാം എന്നൊക്കെ ശ്വേതേൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഉപകാരമുള്ള ഒരു സാധനം സൊസൈറ്റിക്ക് കൊടുത്തു എന്നുള്ള ഒരു കാര്യം ഞാൻ ചെയ്തില്ല എൻ്റെ മ്യൂസിക്കിനെ കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കണ്ടന്റ് ഇടുന്നത്. വേറൊരു വീട്ടിൽ അച്ഛൻ പാടും, അമ്മ പാടും, അനിയൻ പാടും, ചേച്ചി പാടും, ചേച്ചി എഴുതും. ഓക്കെ. വിഷ്ണു കമ്പോസ് ചെയ്യും. ശ്വേതയും കമ്പോസ് ചെയ്യും. പക്ഷെ ഞാൻ കുറച്ചും കൂടി എനിക്ക് ആ ഹൃദയത്തിൽ തൊടുന്ന തരത്തിലുള്ള കമ്പോസിഷൻ എനിക്ക് അങ്ങനെ പറ്റാറില്ല. ഞാൻ ഇപ്പം ക്ലാസിക്കലി പഠിച്ചതുകൊണ്ട് മനോധർമ്മ സ്വരങ്ങൾ ഇങ്ങനെ പാടുമ്പോൾ ആ നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ രസമുണ്ടാവും എന്നുള്ളതല്ലാണ്ട് ഒരു ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള ഈണം പകരാൻ എനിക്ക് അറിയില്ല. ഈ ഈണം പകരുന്നതും പാടുന്നതും തമ്മിലുള്ള ഒരു അന്തരം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്വേതയുടെ മറുപടി? അത്രയും വലിയ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാ. സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈണം പകരുന്നതിന്, അതായത് അത് മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടല്ലോ. സിംപ്ലി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു നോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് എനിക്ക് വേണമെങ്കിൽ പാട്ടുണ്ടാക്കാം. പക്ഷെ അതൊരാൾ കേൾക്കുന്ന സമയത്ത് എന്നുള്ളൊരു ആ ഒരു സോള് മറ്റേ ആളിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനത്തെ കോമ്പോസിഷൻസ് കമ്പോസിങ് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറ്റാത്ത കൂട്ടത്തിലുള്ളതാണ് ഞാൻ. അതുകൊണ്ടാണ് ബാക്കി സിംഗേഴ്സ് എല്ലാവരും മ്യൂസിക് ഡയറക്ടേഴ്സ് ആവാത്തതും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അതിമനോഹരമായിട്ട് ഈണങ്ങൾ ചെയ്യുന്നതും. ശ്വേത പണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് നമ്മളെപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ്നെസ് ഉള്ള, പണ്ട് ചെറുപ്പത്തിൽ ശ്വേത കേട്ടിട്ടുള്ള ഒരു കാര്യം, അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇവളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇവൾ എവിടെയും എത്താൻ പോകുന്നില്ല. അത് ഒരാളെ എഫക്റ്റ് ചെയ്യുന്നത്, ഒരാളെ ബാധിക്കുന്നത് എത്രത്തോളം ആയിരിക്കും എന്നത് എനിക്ക് ഊഹിക്കാം, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കാണാം. ശ്വേതയുടെ അപ്പോഴത്തെ അതിനുശേഷം ഉണ്ടായിരുന്ന പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എനിക്ക് കുറേയൊക്കെ അറിയാം, നമ്മളത് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട്. ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതിനെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ അതിനെങ്ങനെയാണ് ശ്വേത റെപ്രസെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ശ്വേത ഒരു റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എനിക്കത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ നേരിട്ട് എൻ്റെ മുഖത്തേക്ക് വന്ന് ഒരു റെസ്പോൺസ് ആയിരുന്നു ഒരാളെടുത്തുനിന്ന്. അപ്പോൾ ആ സമയത്ത് അതെത്ര ഇൻറ്റൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനന്ന് കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പഠിക്കാൻ ഇച്ചിരി ബാക്കിലാണ്. അപ്പോൾ എല്ലാവരും പറയാം പഠിച്ചില്ലെങ്കിലും കാര്യമൊന്നും ഇല്ലാന്നെങ്കിലും നമ്മൾ ആ സ്കൂളിൽ ആ ഒരു തരത്തിലുള്ള
അപ്രോച്ച് ഉണ്ടാകുന്ന സമയത്ത് അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠനം ത്രൂ ഔട്ടാണ്, എല്ലാ സമയത്തും പഠനത്തിൽ വീക്കായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഈ സാധനങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ സ്ലോലി അതൊക്കെ മൈൻഡിലൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ, അല്ലെങ്കിൽ ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഫയർ തന്നെയാണ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാനൊക്കെ തരുന്ന ഒരു എനർജി തന്നെ. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മീൻസ് പലയിടത്തും പലരുമായിട്ടും ഒരുപാട് പേരുടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇത് റിപ്പീറ്റഡ്ലി ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ബിക്കോസ് എന്നെ ആ ഒരു പ്രോബ്ലമാണ് കുറേ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നെ. അപ്പോൾ അത് വേറൊരാൾക്ക് അങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നല്ലതല്ലേ. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. നിങ്ങളെന്താണോ ഹാപ്പി ആക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, അത് നിങ്ങളെ സക്സസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്യണം. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തകരും, നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തകരാണ്ടിരുന്നത് കൊണ്ട് ഞാനിന്നിങ്ങനെ പോകുന്നു സന്തോഷത്തോടെ. ചോദിച്ച ആളെ പിന്നീട് എപ്പോഴെങ്കിലും കാണേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അറിയുന്നുണ്ടാവൂലേ? ഓ ഉണ്ടാവും, ഓഫ് കോഴ്സ്. ഒരു എക്സ്പീരിയൻസ് എനിക്കിത് ആദ്യമായിട്ടാണ്. പെരുമഴയത്ത് കാട്ടിൽ വന്ന് കട്ടൻ ചായ കുടിക്കുന്നത്. മഴ പെയ്തുകൊണ്ടില്ലെങ്കിൽ നമുക്ക് മാഗിയും കൂടെ ഉണ്ടാക്കാം. അതെ അതെ അതെ. ഇപ്പോ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, ഇതാണല്ലോ വൈബ്. അതെ, ഒരു വൈബ് മാച്ച് ചെയ്യുന്ന ഒരു പരിപാടി കൂടി പാട്ട് ഉണ്ടാവാം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുയിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. ഇപ്പൊ കുറച്ച് പാട്ടുകൾ മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതെ. ഏതൊക്കെയാണ് പാട്ടുകൾ അതിൽ പാടാൻ ഇഷ്ടമുള്ളത്? കാരണം ഇത് പലർക്കും അറിയില്ല ശ്വേതയാണോ ഇത് പാടിയേക്കുന്നുള്ളൂ. ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല മ്യൂസീഷ്യൻസിനെയും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല, പാടുന്നത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ടേക്കിംഗ് ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഞാൻ പാടിയ പാട്ടുകളുടെ ഓരോ കീ പോർഷൻസ് പാടിത്തരാം. ഓക്കെ. ശ്രീ രഘുവരനേ നഗോമോ ഹൃദയം. മന്ത്രമില്ലാതെ മായകളില്ലാതെ ഇന്ദ്രലോകത്ത് ചെന്നത് പോലാണേ. Yes, the movie? മിന്നൽ മുരളി. മിന്നൽ മുരളിയിലുള്ളതാണ്. ഉണ്ണടയും ഒടയും സിരപ്പും കൊറളും വത്തിക്കുച്ചി പത്ത വെക്കുണ്ട. അത് ഷൈലോക്കിലുള്ള പാട്ടാണ്. പിന്നെ ഉയരേ ഉയരേ ഉറയും ഉയരേ, അത് അമരനുള്ള പാട്ട്. ഈ പാട്ടൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പല റീൽസിലൊക്കെ വരും. അപ്പോൾ നഗുമോ സോങ് ഒക്കെ ഒരുപാട് റീലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആർക്കും എൻ്റെ വോയിസാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ പറയുമ്പോൾ ഓ അത് ശ്വേത പാടിയ പാട്ടാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, പല പാട്ടുകൾ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടെങ്കിലും
ഞാൻ പാടിയതാണ് എന്നുള്ള ഒരു എക്സ്പോഷർ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല. പലർക്കും അറിയപ്പെടുന്നില്ല. അതെ അതെ അതെ. അപ്പോ ഇനി ഒരു വിശേഷം കൂടെ ചോദിക്കാനുണ്ട്. വർഷയെ പറ്റി എന്താണ് പറയാനുള്ളത്? കുറെ പേര് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റുകളിലും കുറെയൊക്കെ കാണാം, സ്റ്റോറി പരിപാടികൾ. വർഷ, അഷിമ, കീർത്തന, അപ്പൊ ഞങ്ങളൊക്കെയാണ് ഇപ്പോ സ്റ്റാർ സിംഗർ ലേഡി ഗ്രൂപ്പ്. അപ്പോ ലേഡി ഗ്രൂപ്പിലുള്ള കുറച്ച് പേര്. അപ്പോ വർഷ സ്വീറ്റ് ആയിട്ട് അവള് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സിൽ ഒരാളാണ് വർഷ. അപ്പോൾ അതാണ് വർഷ. പിന്നെ ഞങ്ങൾക്ക് കീർത്തനയാണെങ്കിലും അഷിമയാണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ. അവരെ മുന്നേ എനിക്കറിയാം. അഷിമേനെയും കീർത്തനയൊക്കെ മഞ്ച് സ്റ്റാർ സിംഗർ മുതൽ എനിക്കറിയാം. അപ്പോൾ അത് വർഷങ്ങൾക്കിപ്പുറം 10-15 വർഷം എന്തോ ആയി. അപ്പോഴും ആ ഒരു കണക്ഷൻ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർ സിംഗർ വഴിയാണ്. അപ്പൊ സ്റ്റാർ സിംഗറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സെർഗോ സാറിനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതെ അതെ, എല്ലാ തവണയും ആക്ച്വലി എനിക്ക് സംസാരിക്കണം. അങ്ങനെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് സെർഗോ സാർ എന്ന് പറയുന്നത്. അപ്പോൾ സരിഗമപ്പ, സ്റ്റാർ സിംഗർ എല്ലാത്തിലും ഞങ്ങളെ ലൈഫൊക്കെ ഒരു പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാർ എടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ അതില് എങ്ങനെയായാലും സാറുമായിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. സാറിന്റെ കൂടെ തന്നെയുള്ള ജേണിയാണ് സ്റ്റാർ സിംഗറും. ഈ ഒരു ഫ്രണ്ട് സർക്കിളിന് ഇപ്പോഴുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കുമായിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ട് പാടും? അങ്ങനെ ഇന്ന പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ ഒരു പാട്ട് വരുന്നില്ല. ഞാൻ ഒരു പാട്ട് പാടാം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിലോതുമീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ. അത് പറഞ്ഞപ്പോഴേ ഞാനും അക്കും ഒരു പാട്ട് പാടണ്ടേ. എന്റെ അനിയത്തിയാണ്, സിംഗറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും ഒരു പാട്ട് പാടിയില്ലേ. അതെ, ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാം വെൺമതി പോയിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അപ്പോ ഒരു ദിവസം മൊത്തം രാവിലെ തുടങ്ങിയ യാത്രയാണ്. മഴ പെയ്തു, വെയില് വന്നു, കട്ടൻ ചായ കുടിച്ചു, വീണ്ടും മഴ പെയ്തു. അതെ, പിന്നെ ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലായിടത്തേക്ക് എത്തിച്ചു. അവിടെ ഇരിക്കുന്നു. അതിന് താഴെ എന്നെ കൊണ്ടുപോയില്ല. പക്ഷെ എനിക്ക് ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് താഴെ ഇറങ്ങാണ്ടിരുന്നത്. അപ്പോ കിടിലൻ ചാറ്റായിരുന്നു. നല്ല നമുക്കറിയാവുന്നതിന്റെ അപ്പുറത്തേക്കും കുറെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ആൻഡ് ഇനിയും നല്ല കുറെ ഷോസും അവസരങ്ങളും നല്ല കുറെ കണ്ടന്റ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അക്കുവിന്റെ പിജിയും ക്ലാസ്സുകളും പരിപാടികളുമായിട്ട് അടിപൊളിയാവട്ടെ. ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു ദിവസം അധികം വൈകാതെ ശ്വേതയുടെയും ഒപ്പം അക്ഷയുടെയും ലൈഫിലേക്ക് വരട്ടെ. അതധികം താമസിക്കാതെ എത്തും എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഐ നോ യു ഗൈസ്, ഐ നോ യു ആൻഡ് നൗ യു. ശരിക്കും പിടികിട്ടിയില്ലേ? ഞങ്ങളൊരു നാള് വരെ എത്തി. അതെ, വൈബ് പെട്ടെന്ന് സെറ്റായി ഞങ്ങളുടെ. അപ്പോ തുടർന്ന് അങ്ങോട്ടും അടിപൊളി വർക്കുകളുടെ ഭാഗമാവാൻ പറ്റട്ടെ, അടിപൊളി സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ. എനിക്കൊരു എന്നോട്ടായിട്ട് പറയാനുള്ളത്, എനിക്കിങ്ങനെ
പുറത്ത് ഒരു പബ്ലിക് സ്പേസിൽ കൊണ്ടുവന്ന് പാടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അയ്യോ പക്ഷേ ഞാനിത് ചോദിച്ചിട്ട് തന്നെയാണ് പാടാൻ ഓക്കെ ആണെന്നുള്ളൊരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട്. പിന്നെ നേനൻ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് നീ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടിയിരിക്കും മൈ ആത്മാർത്ഥ സുഹൃത്തെ സുഹൃത്തെ. അതൊക്കെ അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാലോ. അടിപൊളിയായിട്ട് ഇനി മുന്നോട്ട് പോയിട്ട് പരിപാടികളെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ ഒരേ ഘട്ടത്തിൽ ഒരുപോലെ ഉണ്ടാവട്ടെ. അപ്പോൾ വാച്ച് ദ ക്രിയേറ്റീവ് ബെഞ്ച് യൂട്യൂബ് ചാനൽ, ഫോളോ ചെയ്യുക. ബാക്കി പറയണം, ഞാൻ പറഞ്ഞു തരൂല. എല്ലാവരും കാണണം ക്രിയേറ്റീവ് ബെഞ്ച് ചാനലിൽ. ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് തിങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടാറ്റാ.